ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ ഹിന്ദി നോട്ടുകളാണ് പരിശോധിക്കുന്നത്. വിക്ടേഴ്സ് ചാനലിൽ ഇപ്പോൾ ക്ലാസ്സുകൾ നടക്കുന്നത് ചാപ്റ്റർ 3 ആണ്. അതിൻ്റെ നോട്ടുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത്. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് നോട്ടുകൾ ഉപകാരപ്രദമായെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഭാഗം ഇനാബിൾ ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അതാത് സമയത്ത് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. നമുക്ക് ഇന്നത്തെ വിഷയം പരിശോധിക്കാം. പാഠഭാഗത്ത് നൽകിയിരിക്കുന്ന മുഴുവൻ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ ചോദ്യോത്തരങ്ങളും എല്ലാം തന്നെ നോട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വലിയ കഥയിലെ ഒരു ഭാഗമാണ് പക്ഷി ഓർ ദിമക് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് പക്ഷിയും ചിതലും എന്ന പേര് നൽകിയിരിക്കുന്നത്, ടൈറ്റിൽ നൽകിയിരിക്കുന്നത്. ഇവിടെ എത്ര വലിയ ആളുകളായാലും ദുശ്ശീലങ്ങൾ നമ്മളെ നശിപ്പിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഈ കഥയിലൂടെ നൽകുന്നത്. ആകാശത്തിൽ ഉയർന്നു പറക്കുന്ന പക്ഷിക്ക് എത്ര ഉയരത്തിലിരുന്നുകൊണ്ടും താഴേക്കുള്ള വസ്തുക്കളെ കാണാനും അതിന്റെ ഗന്ധം തിരിച്ചറിയാനും കഴിയുന്നുണ്ട്. അങ്ങനെയുള്ള പക്ഷി കേവലം ഒരു ചിതലിന് വേണ്ടിയിട്ട് ചിതൽ വിൽപ്പനക്കാരനോട് തന്റെ ഓരോ തൂവലുകൾ നൽകി ചിതലുകൾ വാങ്ങുകയാണ്. താൻ ഓരോ തൂവൽ നൽകുമ്പോഴും തനിക്ക് പറക്കാനുള്ള ശേഷി നഷ്ടപ്പെടും എന്ന് പോലും കണക്കാക്കാതെ പക്ഷിക്കാരന് തൂവൽ കൊടുത്തുകൊണ്ട് ചിതൽ വാങ്ങി കഴിച്ചുകൊണ്ടേയിരുന്നു. ചിതലിനോട് ആർത്തി പൂണ്ട് നിരന്തരം തന്റെ തൂവലുകൾ നൽകി ചിതൽ വാങ്ങി ഭക്ഷിക്കുന്ന പക്ഷിക്ക് ഒരു നാൾ പറക്കാൻ കഴിയാതെ വരികയും അങ്ങനെ താൻ വാങ്ങിയ ചിതലുകളെല്ലാം തിരിച്ചു നൽകാൻ തയ്യാറാണ്, എന്റെ ചിറകുകൾ അല്ലെങ്കിൽ തൂവലുകൾ തിരിച്ചു തരൂ എന്ന് ചിതൽ വിൽപ്പനക്കാരനോട് പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞാൻ ചിതലുകൾക്ക് പകരം തൂവലാണ് ഞാൻ വാങ്ങിക്കുന്നത്, തൂവലുകൾക്ക് പകരം ചിതലുകളല്ല വാങ്ങിക്കുന്നതെന്ന് കൃത്യമായിട്ട് അയാൾ പറയുന്നുണ്ട്. പിന്നീട് ഒരടി പോലും പറക്കാൻ പറ്റാത്ത പക്ഷിയെ ഒരു കരിമ്പൂച്ച പിടിച്ചു കൊണ്ടുപോവുകയാണ്. ഈ കഥ അവിടെ അവസാനിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം നമുക്ക് മനസ്സിലാകും. പാഠഭാഗത്ത് നൽകിയിരിക്കുന്ന എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. പക്ഷി ആപ്നെ പങ്ക് ദേക്കർ ദിമക് ലേത്താ ഹെ, യഹാം പക്ഷി കാ കോൻ സാ മനോഭാവ് പ്രകട് ഹോത്താ ഹെ. പക്ഷി തന്റെ തൂവലുകൾ നൽകി ചിതൽ വാങ്ങുന്നു. ഇവിടെ പക്ഷിയുടെ മനോഭാവം എന്താണ് പ്രകടമാകുന്നത് എന്നുള്ളതാണ് ചോദ്യം. അതുപോലെ പാഠഭാഗത്ത് നൽകിയിരിക്കുന്ന എല്ലാ ആക്ടിവിറ്റീസുകളും നോട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു, നോട്ടുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ തുടർന്നും ഇതുപോലെയുള്ള നോട്ടുകളും വീഡിയോകളും ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനി ഈ ചാപ്റ്ററിന്റെ നോട്ടുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് നോട്ടുകൾ ലഭിക്കുന്നതാണ്. ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റ് ആയിട്ടും കൊടുക്കാം.